സ്വർഗം നരകം എന്നുള്ള ഒരു കോൺസെപ്റ്റിനോട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഇപ്പം പല മതത്തിലും നമുക്ക് ഈ ഒരു സ്വർഗം നരകത്തിനെ കുറിച്ച് ഒരുപാട് പ്രഭാഷണങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. അപ്പോൾ ആ ഒരു സ്വർഗം നരകം എന്നുള്ള ഒരു കോൺസെപ്റ്റിനോട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം. അത് നമുക്ക് ആൾക്കാരൊക്കെ ചോദിച്ചു നോക്കാം. അവരെന്താണ് മരണശേഷം എന്താണെന്നുള്ളത്, അവർക്ക് എന്താണ് ആ ഒരു ചിന്ത എന്നുള്ളത് നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സ്വർഗം നരകം എന്നുള്ള ഒരു കോൺസെപ്റ്റിനോട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നരകമൊക്കെ മനുഷ്യരുടെ കോൺസെപ്റ്റ് അല്ലേ, വിശ്വാസം അതല്ലേ അല്ല, വിശ്വാസം അതല്ലേ അല്ല. മരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്? മരിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റുള്ളൂ, മരിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ ജീവിച്ചിരിക്കില്ല. എന്നാൽ നിങ്ങളുടെ ഒരു ഭാവനയില്, നിങ്ങളുടെ ഒരു ഓർമ്മയിൽ എന്തായിരിക്കും? ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ വേണ്ടി ഉടൻ തന്നെ സ്വർഗം നരകം കോൺസെപ്റ്റില്. ഇപ്പൊ ഓരോ മതങ്ങളിൽ ഇപ്പോൾ ഓരോ പ്രവാചകന്മാരൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയാറുണ്ടല്ലോ. ഇങ്ങനെ ആ സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ഹൂരിമാരുണ്ടാവും, അവിടെ ഒരുപാട് മദ്യപ്പുഴകൾ ഉണ്ടാവും, അങ്ങനെയുള്ള രീതിയിലൊക്കെ പറയാറില്ലേ? നമ്മളൊരു വിശ്വാസമാണ്, ഒരു ആത്മാവെന്നുള്ളതെന്ന് വിശ്വസിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ എന്റെ അപ്പൻ ലിയോൺസ് പെരേര മരിച്ചിട്ട് കുറെ വർഷമായി. അദ്ദേഹത്തിന്റെ സാന്നിധ്യം എന്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട്, ഞാൻ അനുഭവപ്പെടുന്നുണ്ട്. പ്രേതത്തിൽ വിശ്വാസമുണ്ട്, പ്രേതത്തിലൊക്കെ ആത്മാവിലൊക്കെ വിശ്വാസമുണ്ട്. ചെറുതായിട്ട് ഉണ്ട്. ഈ സ്വർഗം എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് നിങ്ങൾ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? സ്വർഗത്തിൽ നിങ്ങളിപ്പോ നല്ലതായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും, അല്ലെങ്കിൽ നിങ്ങൾ ചീത്തയായിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ നരകത്തിൽ കഴിഞ്ഞാൽ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകും, അല്ലെങ്കിൽ നരകത്തിലേക്ക് ഒരു ആത്മീയ ജീവിതം ഉണ്ടെന്ന്. ഈ അലിൻ ജോസിന്റെ ആത്മാവ് സ്വർഗത്തിലേക്ക് പോകും, നരകത്തിലേക്ക് പോകും? അത് പ്രേക്ഷകരല്ലേ? പ്രേക്ഷകരല്ല. സ്വർഗം നരകം എന്നുള്ള ഒരു കോൺസെപ്റ്റിനോട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? സ്വർഗം ഇപ്പൊ വിശ്വസിക്കേണ്ടി വന്ന സ്വർഗം നരകം എന്നുള്ളതിനകത്ത് ഇല്ലില്ല, അതിലെനിക്ക് വിശ്വാസമില്ല. ഒരൊറ്റ ലൈഫ് ഇവിടെ തന്നെയാണ് നമ്മുടെ സ്വർഗവും നരകവും തന്നെയാണ് വിശ്വസിക്കുന്നത്. കർമ്മയില്ലാത്താണ് എനിക്ക് വിശ്വാസമുള്ളത്. എല്ലാ മതത്തിലും ഇങ്ങനെ സ്വർഗമുണ്ട് നരകമുണ്ട്. ഇവിടെ അങ്ങനെയുള്ളൊരു ഇതിലേക്ക് അവര് ഭയങ്കരമായിട്ട് തീവ്രമായിട്ട് ഒരു ആരാധിക്കണ തോന്നിയിട്ടുണ്ട്. ഒരുപാട് ഇങ്ങനെ ലെവൽസ് ഒക്കെ വെച്ചിട്ടൊക്കെ പറയണേട്ടുണ്ട്. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിൽ നല്ല എന്തോന്നാണ് ഡൈമെൻഷൻ, അതിനകത്തൊക്കെ എനിക്ക് വിശ്വാസമുണ്ട്. ഇപ്പൊ സ്വർഗം നരകം എന്നൊക്കെ പറയണ പോലെ തന്നെ വേറൊരു ഡൈമെൻഷനിലോട്ടൊക്കെയാണ് പോണേന്നൊക്കെ എനിക്ക് തോന്നിയിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടല്ലോ. മരിച്ചു കഴിഞ്ഞാൽ എന്തായാലും വേറൊരു ഡൈമെൻഷനിലേക്ക് അങ്ങനെ പോകണ എനിക്ക് വിശ്വാസം ഉണ്ട്. അല്ലാണ്ട് മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോയിട്ട് അടിച്ചു പൊളിച്ച് നടക്കുക, നരകത്തിൽ പോയിട്ട് ഫ്രൈ ആകുക, അതിനകത്തോട്ടൊന്നും എനിക്ക് വിശ്വാസമല്ല. ചെറുതായിട്ട്. എന്താണ് വിശ്വസിക്കുന്നത്? കാരണം എന്താ പറയാ, വീട്ടിലിങ്ങനെ പറയൂലോ, ഇങ്ങനെ ചെയ്ത ഇങ്ങനെയാണ്, ഇങ്ങനെ ചെയ്ത അപ്പൊ കൊറേ ഇതൊക്കെ പേടി. ഇവിടെ എങ്ങനെയാണ് വിശ്വാസമുണ്ട്? എന്നാലും അതായത് ഇവിടെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നരകത്തിലേക്കാണ് പോണേ, അങ്ങനൊന്നുമില്ല. പക്ഷെ നമ്മളിങ്ങനെ പറയുമ്പോ ഇങ്ങനെ പേടിക്കല്ലോ, ഇങ്ങനെ ചെയ്ത തെറ്റാണ്, നമ്മളിങ്ങനെ നരകത്തിൽ പോകേണ്ട വരും, അങ്ങനെ ഒരു സംഭവം. പക്ഷെ അത് ഉണ്ടോന്ന് മരണശേഷം എന്തായിരിക്കും എന്നാണ് നിങ്ങളുടെ ഒരു വ്യൂ പോയിന്റില്? പെട്ടിയിലാക്കി കഴിഞ്ഞതിന് ശേഷം എന്തായിരിക്കും? പിന്നെ ഓർമ്മ അത്രേ ഉള്ളൂ. ആ ഒരു ആത്മാവ് അങ്ങനത്തെ സംഭവത്തിനോടൊന്നും വിശ്വാസമല്ല. നേരെ കാലം കൊണ്ടോ അല്ലെങ്കിൽ ചിത്രവൃത്തം കൊണ്ടോ? ഓക്കെ, എന്തുകൊണ്ടാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നരകത്തിലേക്ക്, അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും നല്ല ചെയ്തെങ്കിൽ സ്വർഗത്തിലേക്ക്, അങ്ങനെയുള്ള ഇതിനോട് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്താണ് അങ്ങനെ? നമ്മളെ പേരൻസ് ഒക്കെ പറഞ്ഞു കേട്ട അതിന്റെ ഒരു ഇതുകൊണ്ട് അത് അതിനെ കുറിച്ചൊന്നും വല്ലാതെ നമ്മള് നോക്കിയിട്ടൊന്നുമില്ലല്ലോ. ശരിക്കും അങ്ങനെ ഉണ്ടാവും തോന്നുന്നുണ്ടോ? ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ എന്താണ് അങ്ങനെ ഉണ്ടാവേണ്ടതാണ് തോന്നാനൊരു കാരണം? നമ്മളതിനെ കുറിച്ചുള്ള കേട്ടിട്ട്, അതിന് വേറെ പേരൻസ് പറയാനുള്ള നമ്മൾ കേട്ടിട്ട് എന്നാലും മരിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും എന്നാണ് നിങ്ങളുടെ ഒരു മൈൻഡില്? ഒരു ജീവിതം ഉണ്ട് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ളൊരു ജീവിതം ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നിങ്ങൾ നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ പോവാ? നരകത്തിലേക്കായിരിക്കും എന്തായാലും കൺഫേം. അങ്ങനെയാണ് നമ്മൾ നടത്തും. ഇല്ല, ഇവിടെ വിശ്വസിക്കുന്നുണ്ടോ? അതിനോട് എന്താണ് മരണശേഷം എന്തായിരിക്കും നിങ്ങളുടെ ഒരു നിഗമനം? ഒരാൾക്ക് അതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് സ്വർഗമാണ് നരകമാണ് നമ്മുടെ ഇവിടെ ഉള്ളവരുടെ കാഴ്ചപ്പാടായിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്നാലും നിങ്ങൾക്കൊരു ഇത് നോക്കുകയാണെങ്കിൽ എന്തായിരിക്കും മരണശേഷം എന്നുള്ളൊരു നിങ്ങളുടെ ഒരു ലൈഫാണല്ലോ.
ഇത് കഴിഞ്ഞിട്ടും എന്തെങ്കിലും അങ്ങനെ ആയിരിക്കും. വേറൊരു ലൈഫ് വേറൊരു ഉണ്ടാവും എന്നുള്ളത്. ഈ ആത്മാവ് അങ്ങനെയുള്ളതിനൊക്കെ വിശ്വാസം ഉണ്ടോ? എന്താന്ന് വെച്ചാ അങ്ങനെ അത്ര വിശ്വാസമൊന്നും അങ്ങനെ ആത്മാവ് സയന്റിഫിക് ആയിട്ട് ചിന്തിക്കുമ്പോ അങ്ങനെ ഒരു സംഭവം ഇല്ല. എന്നാലും പല എല്ലാ മതങ്ങളിലും ഈ സ്വർഗം ഉണ്ടാവും, നരകം ഉണ്ടാവും, തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നരകത്തിൽ പോവും, നല്ല ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോവും, അങ്ങനെ കുറെ എല്ലാ മതങ്ങളിലും പറയുന്നുണ്ട്. ആ ഒരു ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഓരോരുത്തരുടെ വിശ്വാസം വെച്ച് പറയുകയാണെങ്കിൽ വിശ്വാസം വെച്ച് പറയുകയാണെങ്കിൽ ഉണ്ട്, വിശ്വാസത്തിലുണ്ട്. അല്ലാണ്ട് ചിന്തിക്കണില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കണില്ല. എന്നാലും ഒരു മതം പറയുമ്പോൾ അത് അതിനോട് മാക്സിമം എല്ലാവരും അതിലേക്ക് അഡിക്റ്റ് ആയി പോണവർ, മനുഷ്യരെല്ലാവരും ആ ഒരു ഇതിലേക്ക് ഭയങ്കരമായിട്ട് അഡിക്റ്റ് ആയിട്ട് പോകണത് തോന്നിയിട്ടുണ്ടോ? ഭയങ്കരമായിട്ട് മതം തലയിൽ ഇങ്ങനെ ഉള്ള ആൾക്കാർക്ക് അത് ഭയങ്കര അഡിക്റ്റാണ്. അത്ര നമുക്ക് ആവശ്യത്തിന് മതം വേണം, എന്നാൽ അനാവശ്യമാവരുത്. അങ്ങനെയുള്ളവർ അത് അത്ര അക്സെപ്റ്റ് ചെയ്യണ കാര്യമില്ല. നിങ്ങൾ സ്വർഗത്തിൽ പോകണമെങ്കിൽ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ജീവിക്കാൻ പാടുള്ളൂ, ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ നടക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു അങ്ങനെ വന്ന് പറയാറുണ്ട് പല ആൾക്കാരും. അപ്പൊ അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഒരാളെങ്ങനെ നമ്മൾ അതനുസരിച്ച് അവർക്ക് ഇഷ്ടമുള്ള ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ നടക്കുന്നു. അത് മറ്റുള്ളവർ ഇപ്പൊ മതത്തിന് വേണ്ടി അങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ഇങ്ങനെ ചെയ്തേ പറ്റൂ എന്ന് പറയണേൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യണ കാര്യമല്ല അത്. എവിടെയോ സ്വർഗം നരകം എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിനോട് വിശ്വാസം ഉണ്ടോ? അത് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വർഗത്തിലേക്കാണ്, ഇവിടെ നല്ലത് ചെയ്താൽ സ്വർഗത്തിലേക്കാണ് പോണേ, അത് ചീത്ത തിന്മകൾ ചെയ്ത് കഴിഞ്ഞാൽ നരകത്തിലേക്കാണ് പോണേ, അങ്ങനെ ഒരു സംഭവത്തിനോട് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ? ഇല്ല, വിശ്വാസമുണ്ട്. അങ്ങനെ അങ്ങനത്തെ സംഭവത്തിനോട് വിശ്വാസം ഉണ്ടോ? അങ്ങനെ ഉണ്ടെന്നാണ് വിചാരിക്കുന്നത്. സ്വർഗം നരകം അങ്ങനെ ഉണ്ടെന്ന് ഉണ്ട്. എന്താണ് അങ്ങനെ വിശ്വസിക്കാൻ കാരണം? മരിച്ചു കഴിഞ്ഞാൽ നേരെ സ്വർഗത്തിലേക്ക് അങ്ങനെ ഒരു ഇതിലാണ് ഉറപ്പാണോ അങ്ങനെ കാര്യത്തില്? ഇങ്ങനെ തലമുറയായിട്ട് അങ്ങനെ പോകുന്നല്ലേ. എന്ത് തലമുറയായിട്ട്? നമ്മളിപ്പോ ഇങ്ങനെ വന്നുകൊണ്ട് ഇങ്ങനെ നമ്മള് പഠിപ്പിക്കുന്നത് അങ്ങനെ. മരണശേഷം എന്തായിരിക്കും എന്നാണ് നിങ്ങളുടെ ഒരു കാഴ്ചപ്പാട്? അപ്പൊ മരിച്ച ശേഷം നേരെ സ്വർഗത്തിലേക്ക് പോവും അല്ലെങ്കിൽ നരകത്തിലേക്ക് പോവും, ആ ഒരു ഇത് കറക്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? മരിച്ച അങ്ങനെയാണ് പോണേന്ന് അത് നമുക്ക് മനസ്സിലാവൂല. ഇല്ല. ഉണ്ടോ? അത് നമ്മളുടെ മനുഷ്യന്മാരുടെ തന്നെ ഓരോ അന്ധവിശ്വാസങ്ങളല്ലേ. ഇവിടെ എന്താണ് അന്ധവിശ്വാസമായിട്ട് തോന്നിയിട്ടുള്ളത്? ഇപ്പൊ ഒരു മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എങ്ങോട്ട് പോകുന്നതാണ് നിങ്ങളുടെ ഒരു നിഗമനം? മരിച്ചു കഴിഞ്ഞാൽ മണ്ണിന്റെ അടിയിൽ, മണ്ണിന്റെ അടിയിൽ, അല്ലാണ്ട് വേറെ ലോകം അതിനെ കുറിച്ച് ഫീൽ ചെയ്യാണ്ട് അറിയാൻ പറ്റില്ലല്ലോ. മരിച്ചു കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞാണ് എന്റെ ഒരു ഇത്. എന്നാൽ പല മതക്കാരിലും അതെല്ലാ മതത്തിലും പറയുന്നുണ്ട് മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വർഗം ഉണ്ടാവും, നരകം ഉണ്ടാവും, നിങ്ങൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നരകത്തിലേക്ക് പോകും, ശരി ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകും എന്നുള്ള രീതിയിൽ പറയാറുണ്ട്, എല്ലാ മതത്തിലും പറയാറുണ്ട്. അപ്പൊ അതിനോടൊന്നും നിങ്ങൾ എന്താണ് പറയാനുള്ളത്? പണ്ടത്തെ കാരണവന്മാരുണ്ടാക്കിയ ഒരു ഇതല്ലേ, എനിക്ക് വിശ്വാസമില്ല. അതൊക്കെ തന്നെയുള്ളു പ്രത്യേകിച്ച്, അല്ലാണ്ട് ഇതിനൊന്നും ഒന്നുമില്ല. മനുഷ്യന്മാര് പറയണല്ലേ, മനുഷ്യന്മാരനല്ലേ ഇതൊക്കെ ഉണ്ടാക്കണേ, അല്ലാണ്ട് പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, എന്താ പറയാ, സ്വർഗം നരകം പണ്ട് തൊട്ടേ ആൾക്കാർ പറയുന്നൊരു കാര്യമാണ്. നമ്മളിപ്പോൾ ഈ ഭൂമിയിൽ ജനിച്ച് നല്ല രീതിയിൽ ജീവിക്കുക, നല്ല രീതിയിൽ മനുഷ്യർക്ക് നന്മ ചെയ്യുക അല്ലേ. നല്ല രീതിയിലാണെങ്കിൽ നമുക്ക് ഇവിടവും സ്വർഗമാണ്, അവിടെ എങ്ങനെയാന്ന് എനിക്കറിയില്ല. മരിച്ചു കഴിയുമ്പോൾ എന്താ അങ്ങനെയുള്ള അതുണ്ടെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? അങ്ങനെ എല്ലാ മതത്തിലും പറയുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നരകത്തിൽ പോകും, നല്ല ചെയ്ത് കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ മതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. ഇപ്പം ചേട്ടൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളായിരിക്കും, അപ്പം ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പം നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അതായിരിക്കും നമ്മൾ സത്യമായിട്ട് നമുക്ക് തോന്നുന്നത്. ഇപ്പം ചേട്ടൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ചേട്ടൻ അത് സത്യമായിട്ട് തോന്നാം. ഞാൻ ദൈവം ഇല്ല എന്ന് പറയുന്നു, അതിൽ സത്യമായിട്ട് തോന്നാം. പിന്നെ എന്നെ സംബന്ധിച്ച് ദൈവം എന്നത് മനുഷ്യൻ്റെ നന്മയുള്ള പ്രവൃത്തിയാണ് ഏറ്റവും വലിയ ദൈവികത, അതാണ് ഞാൻ വിശ്വസിക്കുന്നത്.